ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ആ സെൻറ്റൻസസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവൻ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹി. ചെയ്യുക, ഡു. വാട്ട് ഈസ് ഹി ഡൂയിങ്? അവൻ എന്താണ് ചെയ്യുന്നത്? എത്ര ദൂരം? വാട്ട് ഫാർ? അകലെ അല്ലെങ്കിൽ ദൂരം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫാർ. വാട്ട് ഫാർ? എത്ര ദൂരം? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എവിടെയായിരുന്നു? വേർ വേർ യു? എവിടെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേർ. വേർ വേർ യു? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു കം? വരിക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കം. എപ്പോൾ? വെൻ. വെൻ ഡിഡ് യു കം? നിങ്ങൾ എപ്പോഴാണ് വന്നത്? നിങ്ങൾ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ? പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സേ. വാട്ട് ഡിഡ് യു സേ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് പറയുന്നത്? വാട്ട് യു സേ? പറയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സേ. വാട്ട് യു സേ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ പക്കൽ എന്താണ്? വാട്ട് യു ഹാവ്? നിങ്ങൾക്ക് എന്തറിയാം? വാട്ട് യു നോ? അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. എന്ത്? വാട്ട്? നിങ്ങൾക്ക് എന്തറിയാം? വാട്ട് യു നോ? നിങ്ങളൊരു കാര്യം ചെയ്യുമോ? വിൽ യു ഡു വൺ തിങ്? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഒരു കാര്യം, വൺ തിങ്. വിൽ യു ഡു വൺ തിങ്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ? എന്താണ് കാരണം? വാട്ട് ഈസ് എ റീസൺ? കാരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റീസൺ. എന്താണ്? വാട്ട്. വാട്ട് ഈസ് എ റീസൺ? എന്താണ് കാരണം? നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നൈസ് ടു മീറ്റ് യു. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മീറ്റ്. നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ഐ ആം ഫൈൻ. ആൻഡ് യു? സുഖമായിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻ. ഐ ആം ഫൈൻ. ആൻഡ് യു? ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളോ? ദയവായി കിടക്ക് വിരിക്കുക. മേക്ക് ദ ബെഡ് പ്ലീസ്. കിടക്ക് വിരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ് പ്ലീസ്. ദയവായി കിടക്ക് വിരിക്കുക. ലഗേജ് തുറക്കുക. അൺപാക്ക് ദ ലഗേജ്. തുറക്കുക അല്ലെങ്കിൽ അഴിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അൺപാക്ക്. അൺപാക്ക് ദ ലഗേജ്. ലഗേജ് തുറക്കുക. സൂചിയിൽ നൂല് കോർക്കുക. ത്രെഡ് ദ നീഡിൽ. സൂചി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നീഡിൽ. നൂല്, ത്രെഡ്. ത്രെഡ് ദ നീഡിൽ. സൂചിയിൽ നൂല് കോർക്കുക. മെഴുകുതിരി ഊതുക. ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. ഊതുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബ്ലോ. മെഴുകുതിരി, ക്യാൻഡിൽ. ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. മെഴുകുതിരി ഊതുക. പോയി സ്വയം ആസ്വദിക്കുക. ഗോ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ആസ്വദിക്കുക, എൻജോയ്. സ്വയം, യുവർ സെൽഫ്. ഗോ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. പോയി സ്വയം ആസ്വദിക്കുക. നിങ്ങളുടെ ഷൂസ് അഴിച്ചു മാറ്റുക. ടേക്ക് ഓഫ് യുവർ ഷൂസ്. അഴിച്ചു മാറ്റുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് യുവർ ഷൂസ്. നിങ്ങളുടെ ഷൂസ് അഴിച്ചു മാറ്റുക. നാരങ്ങ പിഴിയുക അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞെടുക്കുക. സ്ക്യൂസ് ദ ലെമൺ. പിഴിയുക അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്ക്യൂസ്. സ്ക്യൂസ് ദ ലെമൺ. നാരങ്ങ പിഴിഞ്ഞെടുക്കുക. അവനെ വിളിക്കുക. റിംഗ് ഹിം അപ്പ്. വിളിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിംഗ് അപ്പ്. അവനെ, ഹിം. റിംഗ് ഹിം അപ്പ്. അവനെ വിളിക്കുക. രാവിലെ 6 മണിക്ക് അലാറം സെറ്റ് ചെയ്യുക. സെറ്റ് ദ അലാം അറ്റ് 6 AM. അലാറം വെക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെറ്റ് ദ അലാം. സെറ്റ് ദ അലാം അറ്റ് 6 AM. രാവിലെ 6 മണിക്ക് അലാം വയ്ക്കുക. നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ജോഡിയായി മത്സരിക്കുക. പെയർ അപ്പ് ആൻഡ് കോമ്പീറ്റ്. മത്സരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കോമ്പീറ്റ്. ജോഡിയാകുക, പെയർ അപ്പ്. പെയർ അപ്പ് ആൻഡ് കോമ്പീറ്റ്. ജോഡിയായി മത്സരിക്കുക. പെൻസിൽ കൊണ്ട് എഴുതരുത്. ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ. എഴുതുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റൈറ്റ്. ഡോണ്ട് റൈറ്റ് വിത്ത് എ പെൻസിൽ. പെൻസിൽ കൊണ്ട് എഴുതരുത്. ചെരുപ്പിടാതെ നഗ്നപാദത്തോടെ നടക്കരുത്. ഡോണ്ട് വോക്ക് ബെയർ ഫുട്ട്. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്.
ചെരുപ്പിടാതെ അല്ലെങ്കിൽ നഗ്നപാദത്തോടെ അല്ലെങ്കിൽ വെറും കാലുകളോടെ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ബെയർ ഫൂട്ട്. മനുഷ്യനെ പോലെ ജീവിക്കുക, ലിവ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. ജീവിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലിവ്. മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്. ലിവ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്, മനുഷ്യനെ പോലെ ജീവിക്കുക. കേരളത്തിലുള്ള ആളുകൾ വളരെ നല്ലവരാണ്. പീപ്പിൾ ഇൻ കേരള ആർ സോ ഗുഡ്. ആളുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പീപ്പിൾ. വളരെ നല്ലതാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോ ഗുഡ്. പീപ്പിൾ ഇൻ കേരള ആർ സോ ഗുഡ്. കേരളത്തിലുള്ള ആളുകൾ വളരെ നല്ലവരാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട സിമ്പിൾ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈസിയായി ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.